വൈജയന്തിയെ ഭീഷണിപ്പെടുത്തി മനു. അങ്ങനെ വൈജയന്തിയാണെങ്കിൽ മനുവിൻ്റെ മുൻപിൽ വലിയ രീതിയിൽ പൊങ്ങച്ചവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഇത് തൻ്റെ വീടാണെന്നും ഇവിടെ താനാണ് അധികാരിയെന്നും താനാണ് ഭരിക്കുന്നതെന്നും വൈജയന്തി പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ ആൻറ്റി ശരിയാവുന്നത്? ഞാൻ ഈ വീടിൻ്റെ ആധാരമൊക്കെ ഇതിനു മുൻപേ കണ്ടിട്ടുള്ളതാണല്ലോ. അതിൽ ബാലചന്ദ്രൻ എന്നാണല്ലോ, അങ്കിളിൻ്റെ പേര് മാത്രമാണല്ലോ ഉള്ളത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അല്ല, ഇനി അങ്കിള് ആൻറ്റിയുടെ പേർക്കെങ്ങാനും എഴുതിയോ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം മനു, നീ എന്നെ വെറുതെ ആവശ്യമില്ലാതെ കളിയാക്കാൻ വേണ്ടി ഓരോന്ന് പറയണ്ട കേട്ടോ. ബാലചന്ദ്രൻ്റെ ഭാര്യയായി എനിക്ക് അതിൽ അവകാശമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അങ്കിള് ആൻറ്റിയെ ഭാര്യ എന്ന പദവിയിൽ നിന്നും ഉപേക്ഷിച്ചിട്ട് മാസങ്ങളായല്ലോ, അത് ആൻറ്റി അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം ആൻറ്റിക്ക് ഇവിടെ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല. ആൻറ്റിയുടെ സൗകര്യത്തിന് ഇറങ്ങിപ്പോകും, കയറി വരും. അതല്ലേ ആൻറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനു ചോദ്യം ആവർത്തിക്കുന്നു. എന്തായാലും ഞാൻ ആൻറ്റിയോട് ഒരു കാര്യം പറയാം. ആൻറ്റി ഇപ്പോൾ അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട. സന്തോഷങ്ങൾക്കൊടുവിൽ കരയേണ്ടി വരും എന്ന് പറയുന്നത് കാണാം. അതായത് അലീനയെ പുറത്താക്കി താനിവിടെ രാജ്ഞിയാണെന്ന് പറഞ്ഞ് ആൻറ്റി ഇവിടെ വിലസി നടന്നാൽ അത് ആൻറ്റിക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അലീന ഒരിക്കലും പോകാനായിട്ട് പോകുന്നില്ലെന്നും അവൾ തീർച്ചയായിട്ടും ഈ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരേണ്ടവളാണെന്നും വൈജയന്തി പറയുകയാണ്. അതായത് അലീനയ്ക്ക് പുറകിലുള്ള സത്യങ്ങൾ അത്രമാത്രമുണ്ടെന്നും ആൻറ്റിക്കും അലീനയ്ക്കും പരസ്പരം വേർപിരിയാൻ പറ്റില്ലെന്നും ആൻറ്റിക്ക് അലീനയെ അങ്ങനെയൊന്നും ഉപേക്ഷിച്ച് കളയാനായിട്ട് സാധിക്കില്ലെന്നും മനു ആവർത്തിക്കുമ്പോൾ, നീ എന്തൊക്കെയാ മനു ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെല്ലാം ആൻറ്റിക്ക് മനസ്സിലാകും. അതിന് കുറച്ച് സമയമുണ്ട്, സാവകാശമുണ്ട്. അതിനുശേഷം ആൻറ്റി അതിനെക്കുറിച്ചെല്ലാം തിരിച്ചറിയുമെന്ന് മനു പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.